ഇതാണ് തിരുവാലപ്പുറത്തമ്മയുടെ ഇഷ്ടവഴിപാട്. പട്ടും മണിയും സമർപ്പിക്കൽ. അമ്മയുടെ രൂപം മനസ്സിൽ കണ്ട് അതിൽ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ദുർഗേ നാരായണ എന്ന് മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് സാവധാനം 7 പ്രദക്ഷിണം ഭഗവാന്റെ ശ്രീകോവിലിന് പ്രദക്ഷിണം ചെയ്ത് മണിമണ്ഡപത്തിൽ വെക്കണം. മണിയെടുത്ത് തിരുമേനി തരുത്തി ഭഗവതിയുടെ ഇഷ്ടസ്ഥാനത്ത് എവിടെ വേണേലും കെട്ടി 7 ആഴ്ചയായിട്ടും കെട്ടാം, 7 മാസമായിട്ടും കെട്ടാം. ആഗ്രഹ പൂർത്തീകരണത്തിനാണ് ഈ വഴിപാട് നടത്തുന്നത്. ഇതിനായി ദൂരദേശത്തു നിന്ന് പോലും ആളുകൾ ഇവിടേക്ക് എത്താറുണ്ട്. ഈ അമ്പലത്തിലെ മറ്റൊരു വിശേഷമാണ് മണിക്കിണർ. ഈ മണിക്കിണറിൽ ഒരു നാഗത്തിന്റെ രൂപം കൊത്തിവെച്ചിട്ടുണ്ട്. അത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളർച്ച വന്നതായി വിശ്വാസികൾ പറയുന്നുണ്ട്. ചരിത്രപരമായിട്ട് വളരെ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ്. അത്രയധികം പഴക്കമുള്ള ക്ഷേത്രമാണ്. പുരാതന കാലത്ത് വളരെ അധികം പ്രൗഢിയായിട്ടിരിക്കുന്ന ഒരു ഭഗവതിയായിട്ടുള്ള ആ അവസ്ഥയാണ്. കാലത്തിന്റെ ഒരു കുത്തൊഴുക്കിൽ നാശമായി പോവുകയും അതിനുശേഷം പുനർനിർമ്മിച്ച് ഇപ്പോൾ കാണുന്ന അവസ്ഥയിൽ എത്തിച്ചു എന്നുള്ളതാണ്. പണ്ട് പ്രകാരമാണോ ആരാധിച്ചു കൊണ്ടിരുന്നത്, പ്രകാരം തന്നെ ഭഗവതിയെ വീണ്ടും ആക്കി എടുക്കണം എന്നുള്ള ചിന്തയാണുള്ളത്.